മോർണിംഗ് മൈ ഡിയർ ചെല്ലക്കുട്ടീസ്. എന്തല്ല നിങ്ങൾ ഇത് കണ്ട കനാല് പോലെ ഒഴുകുകയാണ് വെള്ളം മഴ കാലം. ഞാൻ കരുതിയ നാട്ടിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഇതിപ്പോ ഇവിടെയും ഇങ്ങനെ തണുപ്പ്. അതിനെ കൊണ്ട് എണീറ്റ് അപ്പം തന്നെ ഞാൻ ഒരു ചായ അങ്ങോട്ട് ഉണ്ടാക്കി. രാവിലെ എണീറ്റ് അപ്പം തന്നെ ഒരു ചായ കുടിക്കണം, ഇല്ലെങ്കിൽ ഒരു മാരി ഫീലാണ്. അതിന്റെ കൂട്ടത്തിൽ 2 മുട്ടയും കൂടെ പുഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റിംഗ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. 2 മുട്ട പുഴുങ്ങുക, കുരുമുളക് ഉപ്പ് ഇടുക, നൈസായിട്ട് അങ്ങോട്ട് കഴിക്കുക. കൂട്ടത്തിൽ 2 ബിസ്ക്കറ്റും കൂടെ ആയാൽ സംഭവം കളറായി. എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള കറിയും കൂടെ ഉണ്ടായി. പിന്നെ കുളിയും കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഇറങ്ങാൻ നിന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടുന്നത്. ആദ്യം ടീഷർട്ട് ഇട്ടു, അത് തിരിഞ്ഞു പോയി. രണ്ടാമത് അയച്ചിട്ട് പിന്നെ ഇട്ടു, അപ്പോഴും തിരിഞ്ഞു പോയി. വീണ്ടും അഴിച്ചു, പിന്നെ ഇട്ടു. അപ്പോഴാണ് സംഭവം സെറ്റായത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എണീറ്റത് ലേറ്റ് ആയിട്ടാണ്. അപ്പോഴാണ് ഇങ്ങനെ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറ്റി നേരെ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് ഓപ്പൺ ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി മൊത്തത്തിൽ. എന്നിട്ട് കുറച്ച് സ്പ്രേ അടിച്ച് മുടുക്കനായിട്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും കുറച്ച് ഇവര് ഇരിക്കട്ടെ. അതും കഴിഞ്ഞ് കുറച്ച് അഡ്മിഷൻ എടുക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ബോസിന്റെ മോൻ വന്നത്. ഞാനിവിടെ വന്ന അപ്പൊ തന്നെ ഞങ്ങൾ കൂട്ടായിട്ട് വളർന്നു വരുന്ന ഒരു കലാപ്രതിഭയാണ്. ഇവന് മൈക്ക് ഭയങ്കര ഇഷ്ടം. ഇവന്റെ കൂടെ കൂടി ഇപ്പൊ ഞാനും പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ശുദ്ധ സംഗീതത്തിൽ സംഗതിക്കൊന്നും വലിയ പ്രാധാന്യമില്ല. വേണമെങ്കിൽ ഒരു ബാത്റൂം സിംഗർ ആണെന്ന് പറയാം. ഇത് നമ്മുടെ കലാപ്രതിഭയുടെ ചേച്ചിയാണ്, ഭയങ്കര BTS ഫാനാണ്. പിന്നെ ഞങ്ങളുടെ സംഗീതം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്ക്. വേണ്ട വേണ്ട, തിരക്കൊന്നും വേണ്ട. ഓട്ടോഗ്രാഫ് അല്ലേ ഞാൻ തന്നേക്കാല്ല. ഓട്ടോഗ്രാഫ് പോയിട്ട് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോക്കൊന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ പാട്ടും ബഹളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോയി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. ചോറും കഴിച്ച് കഴിഞ്ഞ് കുറച്ച് അലക്കാണ്ടായിരുന്നു, അതും അലക്കി നേരെ ക്ലാസ്സിലെത്തി കുറച്ച് പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും രാത്രിയായി. അങ്ങനെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് തന്നെ വന്നു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ചോറ് കഴിക്കാൻ കിടന്നുറങ്ങാം. അപ്പൊ സൈനിങ് ഔട്ട്.